കർത്താവിന് നമ്മളോടൊരു കരുണ തോന്നിയത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരുവാൻ ഇടയായിത്തീർന്നത്. മുൻപേ നമ്മൾ പലവിധ പാപത്തിന് അടിമകളായിരുന്നു. അങ്ങനെയുള്ള നമ്മളെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്. രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവിൽ ആയിരിക്കാനും ദൈവം നമ്മളെ സഹായിച്ചത് ദൈവത്തിൻ്റെ കൃപയും കരുണയുമാണ്. നമ്മുടെ യാതൊരു മിടുക്കോ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയോ ഒന്നുമല്ല. ഒരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്താണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്, രക്ഷിച്ചത്. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് അവസാനത്തെ തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് നമ്മൾ വിശ്വസിച്ചു. നമ്മൾ ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. നമ്മൾ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. നമ്മൾ ഈ വചനം സത്യമാണെന്ന് വിശ്വസിച്ചു. അങ്ങനെ നമ്മുടെ പാപപ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കർത്താവിൻ്റെ ആ കരുണയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ആ രക്ഷയിലേക്ക് വരുവാനിടയായി തീർന്നു. തീത്തോസിനോട് പറയുവാണ്, അങ്ങനെ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കാലമായിരുന്നു നിങ്ങൾക്ക്, പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായി ദൈവം കരുണയോട് നമ്മളെ രക്ഷിച്ചെടുക്കുവാനിടയായി തീർന്നു.